my YouTube channel littlemaster&family. I am Amal Sobin. എക്സ്പോയിനെ പറ്റി അറിയാവുന്നവർക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും എക്സ്പോയിൽ പോകണം എന്നുള്ളത്. എക്സ്പോ 2020 ദുബായിൽ പോയപ്പോൾ ടെറ പാവലിയനിൽ വളരെ മനോഹരമായ കാഴ്ചകൾ ഞാൻ കണ്ടു. ആ കാഴ്ചകൾ നിങ്ങളുമായിട്ടാണ് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ടെറ പാവലിയൻ കൂടുതലും സോളാർ പാനലായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ പാവലിയൻ്റെ മെയിൻ ഐഡിയ ടെക്നോളജി വളരും, അതേപോലെ നേച്ചറിന് ഒരു പ്രശ്നമില്ലാണ്ട് നേച്ചറിനെ വളർത്തുന്ന ഒരു ഐഡിയ കാരണമാണ് ഇതിനെ സസ്റ്റൈനബിലിറ്റി പാവലിയൻ എന്ന് പേരിട്ടേക്കുന്നത്. അതേപോലെ ഒരു സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്റ്റും ഉണ്ട്. ഈ സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ പാവലിയൻസും ഈ നേച്ചറിനെ വളർത്തുക, അതേപോലെ ടെക്നോളജിയും വളരുന്ന ആ ഒരു ഐഡിയ ആയിട്ടാണ്. ആ സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്റ്റിലെ മെയിൻ പാവലിയനാണ് ടെറ പാവലിയൻ. അതേപോലെ ഈ പാവലിയൻ 1000 മേളിൽ സോളാർ പാനൽസുമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ സോളാർ പാനൽസിൽ 97% റീസൈക്കിൾ ചെയ്തേക്കുന്ന സ്റ്റീലിൽ നിന്നാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഈ പുറത്ത് നിൽക്കുന്ന ഈ സോളാർ പാനൽസിനൊരു പ്രത്യേകതയുണ്ട്. സൺ എവിടെയാണ് ആ ഡയറക്ഷനിലേക്ക് ഇത് തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഇനി നമുക്ക് ടെറ പാവലിയൻ്റെ എൻട്രൻസിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കിവിടെ കുറേ ആനിമൽസിൻ്റെ പ്രതിമകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു 2 ആനകളുടെ പ്രതിമ കാണാം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഒരു ചെറിയൊരു ഒരു നോക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ഇതിനകത്ത് നോക്കിയിട്ട് നമുക്ക് മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ പിക്ചർ കാണാം. പിന്നെ അതേപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വേറെ കുറേ ആനിമൽസ് ഒക്കെയാണ്. UAE നാഷണൽ ആനിമലായ അറേബ്യൻ ഓറക്സ്. പിന്നെ ഇവിടെ നമുക്ക് ബിഡോവിൻ കൾച്ചറിനെ പറ്റി കുറച്ച് ആർട്ടിഫാക്ട്സ് കാണാം. അത് UAE വളരെ പഴയ ഒരു കൾച്ചറാണ്. നമ്മളിപ്പോൾ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ടെറ പാവലിൻ്റെ അകത്ത് കയറാം. നമ്മൾ ഈ ടെറ പാവലിൻ്റെ അകത്ത് കയറുമ്പോഴേ നമുക്ക് കുറേ ഫൺ ഗെയിംസ് കാണാൻ പറ്റും. ഇങ്ങനെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ ഗെയിംസ് ഉണ്ട്. നമുക്കിനി അതിലേക്കൊന്ന് പോയി കളിച്ചു നോക്കാം. പിന്നെ ഈ ഹാമർ അടിക്കുന്ന ഗെയിമിനകത്ത് വേറെ പ്രത്യേകതയുണ്ട്. എത്ര ശക്തിയാണോ അത് എത്ര ശക്തി ഇല്ലെന്നാണോ നമ്മൾ നോക്കുന്നില്ല. കറക്റ്റ് നടുക്കടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കൂടുതൽ പൊങ്ങിപ്പോകത്തുള്ളൂ. നമ്മൾ ടെറ പാവലിയനിൽ അകത്തുള്ള ശരിക്കുള്ള കാഴ്ചകൾ കാണാൻ പോകുന്നത്. ടെറ പാവലിയനകത്ത് ശരിക്കും 2 ഓപ്ഷൻസ് ഉണ്ട്. അണ്ടർ ദി ഫോറസ്റ്റും ഉണ്ട്, അണ്ടർ ദി ഓഷ്യനും ഉണ്ട്. ഫോറസ്റ്റിനകത്ത് ഇങ്ങനെ കൂടുതലായിട്ടും നേച്ചറും ഫോറസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഓഷ്യനകത്താണെങ്കിൽ അണ്ടർ ദി വാട്ടർ കുറേ വാട്ടർ ലിവിങ് ക്രീച്ചേഴ്സിനെ പറ്റിയും പിന്നെ വെള്ളത്തിനെ പറ്റിയൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഞാൻ പോയേക്കുന്നത് അണ്ടർ ദി ഓഷ്യനിലാണ്. ഈ വഴികളിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം നല്ല ഈ ഒരു ബ്ലൂ ഫീലായിട്ടും പിന്നെ കുറേ ഫിഷസിൻ്റെയും അതിൻ്റെയൊക്കെ പ്രൊജക്ഷൻസൊക്കെയും പിന്നെ നല്ല ഡാർക്കായ ഫീലൊക്കെ ശരിക്കും ഒരു അണ്ടർ അക്വേറിയം പോലെ തന്നെ നമുക്ക് തോന്നും. നല്ല രസമാണ് ഇത് കാണാൻ.
ഇനി നമ്മൾ വളരെ സ്പെഷ്യലായ ഒരു കാര്യം കാണാൻ പോവുകയാണ്. ഇവിടെ കാണുമ്പോൾ നല്ല ഒരു റൂം പോലെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് ശരിക്കും കുറച്ച് ലൈറ്റൊക്കെ ഉള്ളൂ. സൈഡൊക്കെ ഫുള്ള് മിറർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ സ്ഥലം ഇങ്ങനെ ലൈറ്റ് ആയതുപോലെ നമുക്ക് തോന്നുന്നതാണ്. ഈ സൈഡ് ഫുള്ള് മിററാണ്. ഇനി നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് സീ ഓഫ് കൺസംഷൻ. ഈ സ്ഥലത്ത് മെയിൻലി ഈ ഓഷനിലെ പിന്നെ വാട്ടർ ബോഡീസിലേക്ക് നമ്മൾ പൊല്യൂട്ട് ചെയ്തില്ലേ, പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് പൊല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സീനകത്തുള്ള ആനിമൽസ്, ഈ സീയിലൊക്കെ ഫിഷസും ആനിമൽസും ഒക്കെ ഈ പ്ലാസ്റ്റിക് ഭക്ഷണമെന്ന് വിചാരിച്ച് കഴിച്ചിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് കൂടുതലും ഇവിടെ ഉള്ളത്. പിന്നെ ഈ സൈഡിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന ഈ ലൈറ്റ് ഒക്കെ ഉള്ളത് ശരിക്കും ഒറിജിനൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ നമുക്കിവിടെ വേറൊരു സാധനം കാണാൻ പറ്റും. ഇതിങ്ങനെ കുറേ വാട്ടറിലെ ഫിഷസ് ഒക്കെ ഇങ്ങനെ കറങ്ങുന്ന ഒരു സംഭവമാണ്. ഇനി നമുക്കിവിടെ കുറച്ച് ഒപ്പീനിയൻസ് ഗെയിം കാണാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വുഡ് യു റാദർ പിന്നെ 2 ഒപ്പീനിയൻസ് ഉണ്ട്. നമ്മൾ ഏതാണ് അഗ്രി ചെയ്യുന്നത് ആ സൈഡിലുള്ള ഇത് ലിവറുണ്ട്. ഇവിടെ 2 ലിവറുണ്ട്. ഏതാണ് നമുക്ക് ഇഷ്ടം ആ ലിവർ വലിക്കുക. അപ്പം നമ്മളിപ്പോൾ കാണാൻ പറ്റും, നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ഒപ്പീനിയൻ അത് എത്ര നല്ല ശരിയാണെന്നോ തെറ്റാണ്. ഇവിടെ വേറെ കുറച്ച് സാധനങ്ങൾ കാണാം. ഇതിനകത്തൊക്കെ കൂടുതൽ ഇങ്ങനത്തെ ബോൾസ് പോലത്തെ സാധനങ്ങളാണ്. ഇതിനകത്ത് കുറേ ഇങ്ങനത്തെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും ഇങ്ങനെ നല്ല ഇങ്ങനെ നേച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ബോൾസിനകത്ത് കാണാൻ പറ്റും. ഈ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് മൊത്തം വർക്ക് ചെയ്യുന്നത് ഗിയേഴ്സിലാണ്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇങ്ങനെ വെള്ളം കൊണ്ടിങ്ങനെ ഇത് കറങ്ങും. അതേപോലെ ആ ഒരു സാധനം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഒരു ഹാമർ പോലത്തെ സാധനമുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സിറ്റിൻ്റെ അടുത്തേക്ക് എത്താറായി. ഇവിടെ നമുക്ക് മേളിൽ ഇങ്ങനെ ലേസർ പോലത്തെ ലൈറ്റ്സ് ഒക്കെ കാണാം. ലേസർ അല്ല, എന്നാലും കാണാൻ നല്ല രസം ലേസർ പോലത്തെ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ വളരെ രസമുള്ള ഒരു കാര്യം കാണാൻ പോകുന്നത്. ഇത് ശരിക്കും ഇങ്ങനെ കറങ്ങുന്ന ഒരു പൂ പോലത്തെ സാധനമാണ്. നിങ്ങളിത് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസെക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്ന നിങ്ങൾ കാണാൻ പറ്റും. പക്ഷെ വളരെ സൂക്ഷിച്ച് നോക്കുക. ടെറ പവലിയൻ മൊത്തം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റാമ്പ് മേടിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ബൈ.